Today we are discussing about the topic educational planning for adolescents. Introduction. Educational planning for adolescents is very important because this is the stage when students develop their academic goals, career, interests, values and life skills. ഈ ഒരു എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് അഡോളസൻസ് പീരീഡിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പീരീഡിലാണ് സ്റ്റുഡൻസ് അവരുടെ അക്കാഡമിക് ഗോൾ, ഇൻട്രസ്റ്റ്, വാല്യൂസ്, ലൈഫ് സ്കിൽസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. പ്രോപ്പർ പ്ലാനിങ് ഹെൽപ്സ് ദം മൂവ് സ്മൂത്ത്ലി ഫ്രം സ്കൂൾ ലൈഫ് ടു ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു പീരീഡിൽ പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്രോപ്പർ പ്ലാനിംഗ് ആണ് സ്റ്റുഡൻസിനെ സ്കൂൾ ലൈഫിൽ നിന്നും ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കുന്നത്. മീനിങ്. എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ഫോർ അഡോളസൻസ് മീൻസ് ഗൈഡിങ് സ്റ്റുഡൻസ് ടു ചൂസ് ദ റൈറ്റ് സബ്ജക്ട്സ്, ലേണിംഗ് മെത്തേഡ്സ് ആൻഡ് കരിയർ പാത്ത് ബേസ്ഡ് ഓൺ ദർ ഇൻട്രസ്റ്റ്, എബിലിറ്റീസ് ആൻഡ് ഫ്യൂച്ചർ ഗോൾസ്. ഈ ഒരു എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾ, കഴിവുകൾ, ഭാവി എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് ശരിയായ വിഷയങ്ങൾ, പഠന രീതികൾ ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസിലൂടെയാണ്. Key objective. Physical energy is at its climax during adolescence. So the school should include physical activities like work experience, manual work, sports, physical training, games etc. to make use of their energy. അതായത് ഈ ഒരു ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും ഈ ഒരു അഡോളസൻസ് പീരീഡിൽ. അപ്പോൾ സ്റ്റുഡൻസിന് ഈ ഒരു ഫിസിക്കൽ എനർജി ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഫിസിക്കൽ ട്രെയിനിങ്, ഗെയിംസ്, സ്പോർട്സ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് സ്ട്രോങ് ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. സ്കൂൾ ക്യാൻ യൂസ് ടു ടീച്ച് ദം ലിറ്ററേച്ചർ, മ്യൂസിക്, ആർട്ട് ആൻഡ് അതർ ക്രിയേറ്റീവ് സബ്ജക്റ്റ്. സ്കൂളിൽ ലിറ്ററേച്ചർ, മ്യൂസിക്, ആർട്ട്, അതർ ക്രിയേറ്റീവ് സബ്ജക്ട്സ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ ഇമാജിനേഷൻ പവറിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. The tendencies of hero worship and idolization are very strong in adolescence. This tendency can be used to develop good character, values and attitudes by encouraging them to read about great personalities. ഈ ഒരു അഡോളസൻസ് പീരീഡിലാണ് ഈ ഒരു ഹീറോ വർഷിപ്പിംഗ് ടെൻഡൻസി കാണുന്നത്. ഈ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു ഗുഡ് ക്യാരക്ടർ, വാല്യൂ, ആറ്റിറ്റ്യൂഡ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹീറോ വർഷിപ്പിംഗ് ടെൻഡൻസി സഹായിക്കുന്നുണ്ട്. Adolescents are imaginative. This imagination should be encouraged and expressed through literature, music, painting, handicrafts etc. അവർ കൂടുതലും ഇമാജിനേറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു പീരീഡിലെ ഇമാജിനേഷനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ലിറ്ററേച്ചർ, മ്യൂസിക്, പെയിൻറ്റിങ്, ഹാൻഡിക്രാഫ്റ്റ്സിലൂടെയാണ്. Adolescents demand independence, so the teacher should give them chances for self-study and self-expression. അവർ കൂടുതലും ഇൻഡിപെൻഡൻസ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് അവർക്ക് സെൽഫ് സ്റ്റഡി, സെൽഫ് എക്സ്പ്രഷൻ ഇതിന് വേണ്ടിയിട്ടുള്ള ചാൻസ് ഒക്കെ ടീച്ചേഴ്സ് നൽകണം. Role of teachers and parents. Provide guidance instead of pressure. Encourage goal setting and regular review. Create a positive and learning environment. Support the child's individual interest and talents. അതായത് ടീച്ചേഴ്സ് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം, പിന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യണം, പിന്നെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ്, പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. Sex education for adolescents. When children reach puberty, they become more aware of their bodies and get curious about സെക്സ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് ദം കറക്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ. അതായത് ചിൽഡ്രൻ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി പാർട്സിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അവെയർ ആയിരിക്കും. അപ്പോൾ അവർ സെക്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു പീരീഡിൽ കറക്റ്റായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നൽകണം. ഇഫ് ദേ ഡോണ്ട് ഗെറ്റ് പ്രോപ്പർ നോളജ് ദേ മേ ഡെവലപ്പ് റോങ് ഐഡിയാസ് അബൌട്ട് സെക്സ്. അതായത് സെക്സിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള നോളജ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് റോങ് ഐഡിയാസ് ആയിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ ഷുഡ് ടീച്ച് content of sex education, cleanliness and how the body works, sex hygiene and physiology, information about sexually transmitted disease. അതായത് ക്ലെൻലിനെസ്, പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് നൽകണം. റോൾ ഓഫ് ടീച്ചർ ഇൻ സെക്സ് എഡ്യൂക്കേഷൻ. ഡ്യൂറിങ് ദ സ്കൂൾ ഏജ് ടീച്ചർ ഇസ് ദ ആപ്റ്റ് പേഴ്സൺ ഹു ക്യാൻ കോമ്പിറ്റൻ്റ്ലി പ്രൊവൈഡ് സെക്സ് എഡ്യൂക്കേഷൻ ടു അഡോളസൻസ് വിത്ത് ദ ഒക്കേഷണൽ ഹെൽപ്പ് ഫ്രം ഡോക്ടർ ആൻഡ് സോഷ്യൽ വർക്കർ. അതായത് ടീച്ചേഴ്സാണ് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ അവരുടെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ടാണ് ടീച്ചേഴ്സ് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. The following guidelines will help the teacher in imparting sex education. The teacher should create friendly, open and comfortable classroom environment. Students should feel free to ask questions without fear or embarrassment and receive honest and
സെൻസിബിൾ, അതായത് ടീച്ചേഴ്സ് ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഓപ്പൺ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം ആ ഒരു ക്ലാസ് റൂമിൽ നിന്നുകൊണ്ടാണ് സ്റ്റുഡൻസ് ടീച്ചേഴ്സിനോട് അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനും ഒരു ഫിയർ ഒന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ടീച്ചേഴ്സാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ദ ടീച്ചർ ഷുഡ് ടോക്ക് അബൌട്ട് സെക്സ് ഓപ്പൺലി ഇൻ എ നോർമൽ, കാം ആൻഡ് കോൺഫിഡൻറ്റ് വേ. സ്പീക്ക് അബൌട്ട് ഇറ്റ് ജസ്റ്റ് ലൈക്ക് എനി അതർ സബ്ജക്റ്റ് വിത്തൗട്ട് ഇമോഷൻസ്. അതായത് ഈ ഒരു സെക്സിനെ പറ്റിയിട്ട് ടീച്ചേഴ്സ് ഓപ്പൺ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ള സബ്ജക്റ്റ് പോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിനും അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുക്കണം. ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ലെറ്റ് ദം തിങ്ക് ആൻഡ് ഫൈൻഡ് ദർ ഓൺ ആൻസേഴ്സ്. അതായത് പ്രോബ്ലംസൊക്കെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, കുട്ടികൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങൾ നൽകുക. ഗിവ് കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് സെക്ഷൽ മാറ്റേഴ്സ് ബിക്കോസ് നോളജ് റിമൂവ്സ് അൺനെസസറി ക്യൂരിയോസിറ്റി. സെക്ഷൽ മാറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻ കുട്ടികൾക്ക് നൽകണം. കാരണം അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള സെക്ഷൽ നോളേജ് കുട്ടികളിലേക്ക് ടീച്ചേഴ്സാണ് എത്തിക്കേണ്ടത്.